നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലിയേറ്റീവ് കെയർ ദിനം ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. നഗരസഭാ പരിധിയിൽ നെൽവയൽ സംരക്ഷണ നിയമങ്ങൾ അട്ടിമറിച്ചതായി വിജിലൻസ് കണ്ടെത്തൽ. ദേശീയപാതയിലെ ടാറിംഗ് അരികുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി ആക്ഷേപം. നടപടി വേണമെന്ന് നാട്ടുകാർ. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യം. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ സമ്പൂർണ്ണ തിമിര നിർമ്മാർജ്ജന തീവ്രയജ്ഞം തുടങ്ങി. ദൃശ്യം 2016 ശനിയാഴ്ച തുടക്കമാകും. മടിയൻകുലോം പാട്ടുത്സവം എഴുന്നള്ളത്ത് ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തി. പാലിയേറ്റീവ് കെയർ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ആരോഗ്യ കേരളം പാലിയേറ്റീവ് കെയർ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ബോധവൽക്കരണ സെമിനാറും നടന്നു. കിടപ്പിലായ ഓരോ രോഗിക്കും വീട്ടിൽ മെച്ചപ്പെട്ട പരിചരണം ലഭിക്കുന്നതിനായി സമൂഹത്തെയും അയൽക്കാരെയും സന്നദ്ധരാക്കുന്ന ലക്ഷ്യവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന ജില്ലാതല ഉദ്ഘാടനം വി രമേശൻ നിർവഹിച്ചു. ചില ആളുകൾ 10 മാസം വയറ്റിലിട്ട് തട്ടാതെ മുട്ടാതെ നോക്കി താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് വളർത്തിയ പെറ്റമ്മയെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് വേറെ ചില ആളുകളുടെ പിറകെ പോയിട്ട് അവർക്ക് കോടികൾ വേണമെന്ന് ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അമ്മയെയും അച്ഛനെയും വയസ്സാകുമ്പോൾ അനാഥാലയത്തിൽ കൊണ്ടുവിടുകയും നമ്മുടെ നാട്ടിൽ പോലും ചെറുവത്തൂരിനടുത്ത് മട്ലായിക്കുന്നിൽ സ്വന്തം അമ്മയെ തള്ളിവിട്ടിട്ട് പോയ കഥ നമുക്ക് അടുത്ത കാലത്ത് കേൾക്കാനിടയായി. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ അധ്യക്ഷയായി. പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനവും സഹായവുമായി എത്തുന്ന ജില്ലാ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരൻ ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു. ഡിവൈഎസ്പി പി ഹരിചന്ദ്ര നായിക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ജാഫർ, RCS ഓഫീസർ ഡോക്ടർ മുരളീധരൻ നെല്ലൂരായ, ഡോക്ടർ സുനിതാനന്ദൻ, PP അനിത, ഡോക്ടർ രാമൻ സ്വാതി വാമൻ, ഡോക്ടർ EV ചന്ദ്രശേഖരൻ, ഷിജി ശേഖർ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കുടുംബങ്ങളുടെ ഗൃഹസന്ദർശനം നടത്തി. പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാൻ VV രമേശന്റെ നേതൃത്വത്തിലുള്ള സംഘം പാലിയേറ്റീവ് കെയർ അംഗങ്ങളുടെ ഗൃഹസന്ദർശനം നടത്തി. വീടുകളിലെത്തിയ സംഘം ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയ ശേഷം നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റും കൈമാറി. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷനാണ് കിറ്റ് സ്പോൺസർ ചെയ്തത്. ഗൃഹസന്ദർശനത്തിന് പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ബോർഡ് അംഗം ഗോകുലാനന്ദൻ, ജില്ലാ ആശുപത്രി നഴ്സ് ലിസി, നഗരസഭ പാലിയേറ്റീവ് കെയർ നഴ്സ് ദീപ്തി എന്നിവരും കൂടെയുണ്ടായിരുന്നു. ദേശീയപാതയിലെ ടാറിംഗ് ദേശീയപാതയോരത്ത് മണ്ണ് നിറയ്ക്കാതിരുന്നതിനാൽ അപകടത്തിനിടയാകുമെന്ന് തൊഴിലാളികൾ. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ദേശീയപാതയിൽ നീലേശ്വരം മുതൽ ചട്ടഞ്ചാൽ വരെ റീടാറിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വലിയ യന്ത്ര സാമഗ്രികളിൽ മിക്സിംഗ് മെറ്റലുകൾ ഉപയോഗിച്ചാണ് ടാറിംഗ് നടത്തുന്നത്. പുതിയ റീടാറിംഗ് നടന്നതോടെ റോഡിന്റെ അരിക് കൂടുതൽ ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെ യഥാസമയം മണ്ണ് നിറച്ചില്ലെങ്കിൽ അപകടത്തിനിടയാക്കുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. റോഡിന് താഴെ കുഴിഞ്ഞു നിൽക്കുന്നതിനാൽ ചെറിയ വാഹനങ്ങളാണ് യാത്രയ്ക്ക് ഏറെ പ്രയാസപ്പെടുന്നത്. ഇത് അപകടഭീതി നിലനിർത്തുന്നു. ഈ നാഷണൽ ഹൈവേ റോഡ് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ചയോളായി. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുഴി നിർത്താനോ പിന്നെ ഇതിന് ഇപ്പോൾ ലൈൻ വരക്കാനോ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അതുണ്ട് എന്ന് പറയുന്നുണ്ട്, ലൈൻ വരക്കലും ട്രാഫിക്കിൻ്റെ അതിലും വരക്കലും ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. റോഡ് സൈഡിൽ 2 അടിയോളം കുഴിയെല്ലാം കാണുന്നുണ്ട്. അതിലൊരു സംവിധാനം മണ്ടാൻ്റെ സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഒരു 2 വീലറോ 3 വീലറോ ഇത് താഴെ കഴിഞ്ഞാൽ അടി വരച്ചിട്ട് മിതറാൻ പറ്റില്ല. ഈ ഇപ്പുറത്തെ കുഴിയായതുകൊണ്ട് മിതറാൻ പറ്റില്ല, പുറത്ത് തന്നെ പോകണമില്ല. പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ ഞാൻ പറഞ്ഞു. ചെമ്മട്ടം വയൽ, തോയമ്മൽ, വിഷ്ണുമംഗലം,
ചാലിങ്കാൽ വളവുകളിലും റോഡിന്റെ ഉയരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. റോഡിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് കാഞ്ഞങ്ങാട്ട് നടന്ന ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു. KSTB റോഡ് നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി KV രാമേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ കാലഘട്ടം വരെ നമ്മുടെ സംഘടന ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള അവലോകനം നടത്തുക എന്നതാണ് സംഘടനാ സമ്മേളനം ഉദ്ദേശിക്കുന്നത്. വളരെ കാര്യങ്ങളൊന്നുമില്ല. M രാമചന്ദ്രൻ അധ്യക്ഷനായി. KT കുഞ്ഞമ്പു, B നാരായണറാവു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. K കുഞ്ഞമ്പു, K ഇന്ദിര, PV കൃഷ്ണൻ, M രാഘവൻ, BM ബാലകൃഷ്ണൻ നായർ, K ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം K ലതയെ സെക്രട്ടറിയായും പ്രസിഡന്റായി CK ശൈലജയും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ നെൽവയൽ സംരക്ഷണ നിയമങ്ങൾ മറികടന്ന് നിർമ്മാണം നടന്നതായി വിജിലൻസ് കണ്ടെത്തൽ. വിജിലൻസ് സംഘം വിവിധ സ്ഥലങ്ങൾ പരിശോധിച്ചു. മുൻ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തണ്ണീർത്തട നിയമവും വയൽ സംരക്ഷണ നിയമവും ലംഘിച്ചുവെന്നാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 2009 മുതൽ 2014 വരെയുള്ള കാലയളവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സംഘം പരിശോധിച്ചത്. ഈ കാലയളവിൽ നിർമ്മാണ പ്രവർത്തനം നടന്ന വെള്ളായിപ്പാലം റോഡിന് സമീപത്തെ കെട്ടിടം വിജിലൻസ് സംഘം പരിശോധിച്ചു. വിജിലൻസ് CI ഡോക്ടർ V ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ആശുപത്രി തുടങ്ങാനെന്ന പേരിലാണ് ഇവിടെ കെട്ടിട നിർമ്മാണം നടന്നത്. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയ വകയിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. റെയ്ഡിൽ 3ഓളം ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. നഗരത്തിലെ ഹോട്ടലുകളിൽ പരിശോധന കുറഞ്ഞതു കാരണം പഴകിയ ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു എന്ന പരാതിയെ തുടർന്നാണ് നഗരസഭ ആരോഗ്യവകുപ്പ് ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തിയത്. അപ്രതീക്ഷിതമായി നടത്തിയ റെയ്ഡിൽ പഴകിയ ഭക്ഷണങ്ങൾ ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തു. വെള്ളിയാഴ്ച രാവിലെയാണ് ആരോഗ്യവകുപ്പ് റെയ്ഡ് നടത്തിയത്. വിദ്യാനഗർ, കറന്തക്കാട്, ബാങ്ക് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 3 ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PK ബുദ്ധരാജ്, KP രാജു, PK നാരായണൻ എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. പഴകിയ ഭക്ഷണങ്ങൾ വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് ദൃശ്യം 2016 സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 1, 2, 3, 4 വാർഡുകളിൽ വരുന്നവർക്കായിട്ടാണ് ക്യാമ്പ് ഒരുക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ സമ്പൂർണ്ണ തിമിര നിർമ്മാർജ്ജന തീവ്രയജ്ഞമാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ VV രമേശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് തന്നെ സമ്പൂർണ്ണ തിമിര ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ പ്രവർത്തനം എന്ന നിലയിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയാണ് ഇതിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഫാൽക്കോ ടവറിലെ ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ മധു ഉല്ലാസും പങ്കെടുത്തു. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ ഗ്ലോബൽ അലുമിനി മീറ്റിന്റെ ഭാഗമായി സെമിനാർ നടന്നു. സൈബർ ബോധവൽക്കരണത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സ്മാർട്ട് എക്സ്പോ 2016 ഭാഗമായി കാഞ്ഞങ്ങാട്ട് സൈബർ ബോധവൽക്കരണ സെമിനാർ നടന്നു. സൈബർ കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക്, കുട്ടികൾക്ക് മാത്രമേ പല മേഖലയിലും ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ എങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ നൽകി വരുന്ന SSLC അതുപോലെ തന്നെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ 5 മാസക്കാലം ഉള്ള ഈ ഒരു കോഴ്സിൽ നിന്നും ഇന്ത്യയിലെ മാത്രമല്ല മറ്റു മേഖലയിലൊക്കെ, വിദേശ മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ട് ഒരുപാട് ഉയർന്ന ശമ്പളത്തിലൂടെയാണ് ജോലി ചെയ്തു വരുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇതിൻ്റെ സ്ഥാപകരോടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഏകദേശം 3000-ഓളം കുട്ടികൾ പഠിച്ച് ഉന്നത നിലവാരത്തിലേക്ക് എത്തി. കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. പാക്കം മാധവൻ, സിവിൽ പോലീസ് ഓഫീസർ PR ശ്രീനാഥ്, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സ്ഥാപക ചെയർമാൻ ഹംസ അഞ്ചുമുക്കിൽ, വേലായുധൻ എന്നിവർ സംസാരിച്ചു. സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർക്കുള്ള ഏകദിന ശില്പശാല സമാപിച്ചു.
ജില്ലയിലെ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് കുടുംബശ്രീ ത്രിതല സംവിധാനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു പരിപാടി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർക്കായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ലീഡ് ബാങ്ക് ചീഫ് മാനേജർ KN അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കുടുംബശ്രീ എന്ന് പറയുന്നത് കേവലം മാത്രമായി ഒന്നോ രണ്ടോ ബാങ്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലം. കാലക്രമേണ കുടുംബശ്രീ സമൂഹത്തിന് മാത്രമല്ല ബാങ്കുകൾക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പ്രസ്ഥാനമായി വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായും എൻ്റെ മാതിരിയുള്ള ഒരു ബാങ്ക് പല അവസരത്തിലും ഇതിൽ വളർച്ച വന്നിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ സഹകരണ ബാങ്ക് മാനേജർ അനിൽകുമാർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് NRLM വിഷയത്തെ ആസ്പദമാക്കി സ്റ്റേറ്റ് മിഷൻ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം മാനേജർ ബിബിന്ദ് വാസു, രതീഷ് എന്നിവർ ക്ലാസ് എടുത്തു. ബാങ്കിംഗ് സേവനങ്ങൾ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് കൃത്യസമയത്ത് കാലതാമസം കൂടാതെ ലഭ്യമാക്കുന്നതിനു വേണ്ടിയും ബാങ്ക് വായ്പ തിരിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. ADMC KB വിജയൻ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ചെറുവത്തൂരിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. ജലസേചന പ്രോജക്റ്റുകൾ, കുളവും കിണറുകളും അതിൻ്റെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ പുതിയ നിർമ്മിക്കുന്ന ആവശ്യമായിട്ടുള്ള പദ്ധതികൾ, ചെക്ക് ഡാമുകളും തടയണം നിർമ്മിക്കുന്ന ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, കനാലുകളും അതുപോലെ തന്നെ ജലനിർഗമന തോടുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്, ഇതിലൊക്കെ നമുക്ക് നല്ല ഒരു മുന്നോട്ട് പോക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്താൻ വേണ്ടി പോകും. അതിനൊരു മുന്നൊരുക്കമായിട്ട് അതിൻ്റെ പ്രൊജക്റ്റുകളെ എത്രത്തോളം തൊഴിലാളികൾ, എത്രത്തോളം തൊഴിൽ ദിനങ്ങൾ നമുക്ക് വിഭാവനം ചെയ്യാൻ വേണ്ടി കഴിയും, എത്ര ദിവസം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ തൊഴിലാളികൾ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ. P. വിജയൻ അധ്യക്ഷത വഹിച്ചു. പ്രേംകുമാർ, പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം ശ്രീ ഓംപരാശക്തി ആശ്രമത്തിൽ ഹോമപൂജ അർച്ചനകൾ തുടങ്ങി. പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം ശ്രീ ഓംപരാശക്തി ആശ്രമത്തിൽ ഇന്ദ്രവജ്രം അഷ്ടശക്തി സമന്വയ സമാരംഭത്തോടനുബന്ധിച്ചാണ് വിവിധ യജ്ഞപൂജ ഹോമകർമ്മങ്ങൾ നടന്നത്. പൂജാകർമ്മങ്ങളുടെ ഭാഗമായി ലളിത സഹസ്രനാമാർച്ചനയോടെ ദുർഗാ പരമേശ്വരി പൂജ നടന്നു. വാരിക്കാട് ശ്രീധരൻ തന്ത്രിയുടെ കാർമ്മികത്തിലാണ് പൂജകൾ നടന്നത്. ആദിത്യഹൃദയ മന്ത്ര ജപപൂജയും മഹാമൃത്യുഞ്ജയ ഹോമവും നടന്നു. സമാപന ചടങ്ങിൽ പൂർണാഹുതിയോടെ ഇന്ദ്രവജ്ര അഷ്ടശക്തി സമന്വയയുടെ സമർപ്പണം നടന്നു. മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മങ്ങളായ അഹിംസ, കരുണ, ഇത്തരത്തിൽ മനുഷ്യന്റെ സ്വാഭാവിക ഗുണങ്ങളെക്കുറിച്ചുള്ള ഉദ്ബോധം മനുഷ്യവംശത്തിലാകെ പകരുക, മനുഷ്യർക്ക് അവരുടെ സ്വരൂപഗുണങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക, ലോകത്ത് മുഴുവൻ ശാന്തിയും സമാധാനവും സൃഷ്ടിക്കുക, മനുഷ്യരെ പരസ്പരം സംയോജിപ്പിച്ച് മനുഷ്യർ പരസ്പരം സംഘടിതമായി എല്ലാ വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്തും മനുഷ്യനെ ഏകീകരിപ്പിക്കുന്ന ചില ഘടകങ്ങളും ഈ പ്രപഞ്ചത്തിനും മനുഷ്യന് നിലനിൽക്കുന്നു എന്ന സത്യാവസ്ഥ മനുഷ്യരെ ബോധ്യപ്പെടുത്താനുമായി ജീവാഗ്നി സ്പിരിച്വൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സമാരംഭിക്കുന്നു. ഈ ആശയത്തിന്റെ പ്രചരണത്തിനായി ജീവാഗ്നി ഉദ്ഗീതം എന്ന ഒരു ഗ്രന്ഥവും ഇതോടൊപ്പം പ്രകാശനം ചെയ്തിട്ടുണ്ട്. മുൻ ഏറ്റുമാനൂർ മേൽശാന്തി കൂടിയായ വാരിക്കാട് ശ്രീധരൻ തന്ത്രിയിൽ നിന്നും ചെന്നൈ MV ഡയബറ്റീസ് ഹോസ്പിറ്റൽ ഡയറക്ടർ അരുൺ വിശ്വനാഥൻ ഏറ്റുവാങ്ങി. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. മടിക്കൈ മലപ്പച്ചേരി ഉമിച്ചിയിലെ കാരുണ്യ കാർഷിക ഗ്രൂപ്പ് ഇനി 12 മാസവും പച്ചക്കറി ഉത്പാദിപ്പിക്കും. കൃഷിക്കാവശ്യമായ മഴമറ നിർമ്മാണം പൂർത്തിയായി. മഴമറ കൃഷിയുടെ ഉദ്ഘാടനവും നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ഫാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് മഴമറ നിർമ്മിച്ചിരിക്കുന്നത്. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ കാരുണ്യ കാർഷിക ഗ്രൂപ്പിന് നൽകിയിട്ടുള്ള മഴമറ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ മഴമറയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. കാർഷിക മേഖലയിലുള്ള ഈ പ്രദേശത്തിൻ്റെ സംഭാവനയെപ്പറ്റി ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മടിക്കൈ പഞ്ചായത്തിൻ്റെ വിവിധ
പല പ്രദേശങ്ങളെയൊക്കെ തന്നെ മാതൃകയാക്കിയും കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സംഘവും അതുപോലെ തന്നെ നിങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രമീള അധ്യക്ഷത വഹിച്ചു. ആത്മ കാസർഗോഡ് പ്രൊജക്ട് ഡയറക്ടർ MD തിലകൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ജോൺ അലക്സ്, കാഞ്ഞങ്ങാട് ADA സജിനിമോൾ, മടിക്കൈ കൃഷിഭവനിലെ കൃഷി ഓഫീസർ രമേശ്, ഉമിച്ചി അയൽസഭാ കൺവീനർ TP തമ്പാൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് FEO സെക്രട്ടറി A രാജൻ സ്വാഗതവും കാരുണ്യ കർഷക ഗ്രൂപ്പ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നീലേശ്വരം സെന്റ് പീറ്റേഴ്സ് ചർച്ചിലെ തിരുനാൾ ആഘോഷത്തിന് ആഹ്ലാദകരമായ തുടക്കം. ആദ്യ ദിവസം രൂപം പ്രതിഷ്ഠിക്കലും വിശുദ്ധ ദിവ്യബലിയും നടത്തി. വിശുദ്ധിയുടെ പാതയിലൂടെ കടന്നുപോയ നാളുകൾക്ക് നന്ദിയർപ്പിച്ചാണ് നീലേശ്വരം സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നത്. 17 വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച വ്യാഴാഴ്ച വൈകിട്ട് പള്ളി വികാരി ഫാദർ ബിനു ക്ലീറ്റസ് കൊടിയേറ്റി. തുടർന്ന് രൂപം പ്രതിഷ്ഠിക്കൽ, ആഘോഷമായ ദിവ്യബലി എന്നിവയും നടന്നു. സെന്റ് പീറ്റേഴ്സ് സ്കൂൾ, സെന്റ് പീറ്റേഴ്സ്, സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റുകൾ എന്നിവർക്കായി നടന്ന ദിവ്യബലിക്ക് റവറന്റ് ഫാദർ ജോൺസൺ സി മേത്തി, റവറന്റ് ഫാദർ മാത്യു കുഴിമലയിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച ആഘോഷമായ ദിവ്യബലി പ്രദക്ഷിണം, ദിവ്യ കാരുണ്യ ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടാകും. കാഞ്ഞങ്ങാട് ഫ്ലൈവേർഡ് ട്രാവൽ മാർട്ടിന്റെ ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. കാഞ്ഞങ്ങാട് ഫ്ലൈവേർഡ് ട്രാവൽ മാർട്ടിന്റെ ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി. കാസർഗോഡ് ജില്ലാ ഹജ്ജ് വെൽഫെയർ പ്രസിഡന്റ് PM ഹസൻ ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫ്ലൈവേൾഡ് മാനേജിംഗ് പാർട്ണർമാരായ ഷൗക്കത്ത് അലി, ഖാലിദ്, ഇല്യാസ്, മുഹമ്മദ്, ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. മടിയൻ കൂലവും പാട്ടുത്സവം ഭക്തിയുടെ നിറവിൽ എഴുന്നള്ളത്ത് നടന്നു. കമ്പവെടി ദർശിക്കാൻ ആയിരങ്ങളെത്തി. മടിയൻകൂലവും പാട്ടുത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്തും മേളപ്പെരുക്കവും നടന്നു. ആലവട്ടത്തിന്റെയും വെൺകൊറ്റക്കുടയുടെയും കൊടിക്കൂറയുടെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളത്ത് ദർശിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ എത്തിയത്. തിരുവായുധങ്ങളേന്തിയ വെളിച്ചപ്പാടന്മാരും ആചാര സ്ഥാനികന്മാരും അണിനിരന്ന എഴുന്നള്ളത്ത് പാട്ടുത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. നെരോത്ത് പെരട്ടൂർക്കൂലം, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, കല്യാൽമുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ വെളിച്ചപ്പാടന്മാരും ആചാര സ്ഥാനികരും എഴുന്നള്ളത്തിൽ അണിചേർന്നു. വ്യാഴാഴ്ച കിഴക്കങ്കര എളയിടത്ത് കുതിരെ കാഴ്ചവരവും മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര തെയ്യം വരവും അടോട്ട് പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവും ഉണ്ടായി. രാത്രി പാണ്ഡിമേളത്തോടു കൂടിയ എഴുന്നള്ളത്തിന് ശേഷം പുലർച്ചെ വർണ്ണശബളമായ കമ്പവെടിയും അരങ്ങേറി. മടിക്കൈ നാദക്കോട്ട കഴകം ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം 18 മുതൽ 23 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മടിക്കൈ നാദക്കോട്ട് കഴകം പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം 18 തുടങ്ങും. 18 രാവിലെ 12:30 കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. 19 വൈകിട്ട് 6 മണിക്ക് ചരിത്ര സെമിനാറും 20 വൈകിട്ട് പൂരക്കളി സെമിനാറും നടക്കും. 21 രാവിലെ മഹാഗണപതി ഹോമം നടക്കും. രാവിലെ 8:30 പ്രധാന ദേവീദേവന്മാരുടെയും ഉപദേവന്മാരുടെയും പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. 23 പുലർച്ചെ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. അന്നദാനവും നൽകും. ശ്രീ നാദക്കോട്ട് ഭഗവതി ക്ഷേത്ര പുനർനിർമ്മാണ
പ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം ഈ വരുന്ന ജനുവരി 18 മുതൽ 23 വരെ നടക്കുകയാണ്. ശ്രീ മടിക്കൈ നാദക്കോട്ടിൽ കടകം ഭഗവതി ക്ഷേത്രത്തിൽ 1.5 വ്യാഴത്തിന് ശേഷം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം കളിയാട്ടവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ വയലപ്പുറം നാരായണൻ, പി കെ കൃഷ്ണൻ, വി ഗോപി, അടമ്പിൽ ഗോപാലൻ, പി ചന്ദ്രൻ, കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു. രാവണേശ്വരം മാക്കി വിഷ്ണു ദേവസ്ഥാനം ഒറ്റക്കോൽ മഹോത്സവം ജനുവരി 30 നടക്കും. നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. രാവണേശ്വരം മാക്കി വിഷ്ണു ദേവസ്ഥാനം ഒറ്റക്കോല മഹോത്സവം ജനുവരി 30 നടക്കും. ഒറ്റക്കോല മഹോത്സവത്തിന് മുന്നോടിയായി നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. ആചാരക്കാരുടെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CS ബുക്ക് സ്റ്റാൾ കാഞ്ഞങ്ങാട് നിത്യാനന്ദ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പഠനോപകരണങ്ങളുടെയും സ്റ്റേഷനറി, സ്പോർട്സ് ഇനങ്ങളുടെയും വൈവിധ്യമാർന്ന ശേഖരമാണ് CS ബുക്ക് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേറ്റീവ് കെയർ ദിനം ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. നഗരസഭാ പരിധിയിൽ നെൽവയൽ സംരക്ഷണ നിയമങ്ങൾ അട്ടിമറിച്ചതായി വിജിലൻസ് കണ്ടെത്തൽ. ദേശീയപാതയിലെ ടാറിംഗ് അരികുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി ആക്ഷേപം. നടപടി വേണമെന്ന് നാട്ടുകാർ. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ സമ്പൂർണ്ണ തിമിര നിർമ്മാർജ്ജന തീവ്രയജ്ഞം തുടങ്ങി. ദൃശ്യം 2016 ശനിയാഴ്ച തുടക്കമാകും. മടിയൻകുലോം പാട്ടുത്സവം എഴുന്നള്ളത്ത് ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.